ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു സങ്കടമുള്ള പാട്ട് പാടുകയാണെങ്കിൽ ആ സാറ് മുഖത്ത് അങ്ങനെ സങ്കടം ഉണ്ടാവും. ആ പാടുന്നത് അങ്ങനെയാണ് ശരിക്കും. റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ എന്ന് പാടുമ്പോൾ അത് ഞാൻ പാടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര പ്ലേഫുൾ ആയിട്ടാ പാടുന്നത്. രംഗീല ചിരിച്ചോണ്ട് ഇങ്ങനെയാ പാടുന്നത്, രംഗീല പെണ്ണല്ലേ. റഫി സാബ് ആണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് എൻ്റെ ലൈഫ് മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. नया संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाई, ओ लुट गई मेरे प्यार की नगरी, अब तो नीर बहा ले, अब तो नीर बहाले. വിവേചനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മാപ്പിളപ്പാട്ടുകളിലെ ഗായകർ, അവരെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ഗായകരും അവരൊന്നും സിനിമാ പാട്ട് പാടിയിട്ടില്ല. അന്നേ അവര് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ SPB സാറിൻ്റെ ഇത് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ പാട്ടുകാരിങ്ങനെ ചർച്ച ചെയ്യുന്നൊരു കാര്യം, ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, ഏറ്റവും നല്ല സൗണ്ട് പ്രൊഡക്ഷൻ, അതായത് വോയിസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന, അതായത് സാറിന് ഒരു എത്ര തരം പാട്ടുകൾ, ഏത് തരം പാട്ടുകൾ പാടിയാലും വോയിസിന് സ്ട്രെയിൻ ഉണ്ടാവില്ല. എന്ന് പാടുകയും ചെയ്യും, അതേ സമയത്ത് പാടുകയും ചെയ്യും. പാൽനിലാവിലെ പവനിതൾ പൂക്കളെ താലോലമായി പാടാമിനി ആരാരിരോ. SPBന്റെ കൂടെ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതൊന്നും അല്ലാതെയാണ് SPB സാർ പാടുന്നത്. SPB സാർ ഇത് എല്ലാം ഇത് എന്ന് വെച്ചാൽ, ഞാൻ SPB സാറ് പാടുന്നത് കാണാനായിട്ട്, റെക്കോർഡിങ് കാണാനായിട്ട് ചിത്രേച്ചിയുടെ സ്റ്റുഡിയോയിൽ പോയി ഇങ്ങനെ ഒളിച്ചിരുന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ സാറ് പാടാനായിട്ടൊരു തെലുങ്ക് സിനിമയാണോ കന്നഡയാണോ കന്നഡയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ നേരത്തെ പോയി SPB സാറ് വരുന്നുണ്ട്. അപ്പം അന്ന് ബൂത്തുകൾ ഉണ്ടാവുമല്ലോ, 2-3 ബൂത്തുകളുണ്ട്. അപ്പോൾ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ബൂത്തിൽ പോയിട്ട് ഹെഡ്ഫോൺ ഇട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അത് മോശമല്ലേ നമ്മൾ ചെയ്യുന്നത് സാർ, കുഴപ്പമില്ല നിന്നോന്ന് പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ ഒരു ഗിൽറ്റിനെസ്, മോശമല്ലേ സാറ്. അപ്പോൾ സാറ് വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ പോയി പറഞ്ഞു, സാറിനോടൊന്ന് ചോദിക്കാം, എന്തായാലും ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. സാറ് പാടുന്നത് കാണാനായിട്ട് പോയിരുന്നു. അപ്പം അതങ്ങനെ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് സാറ് ഒരു ഹെഡ്ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെവിയിൽ നിന്ന് ഇങ്ങനെ മാറ്റി വെക്കും ഹെഡ്ഫോൺ, എന്നിട്ടാണ് പാടുക. അതേപോലെ ഹെഡ്ഫോണിൽ പിന്നെ സാറിൻ്റെ വോയിസ് ഇടില്ല സാർ, ആ ട്രാക്ക് അത് എന്താണോ ആ മ്യൂസിക് മാത്രമേ ഇടുള്ളൂ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഇടുള്ളൂ. സാറിൻ്റെ വോയിസ് ഹെഡ്ഫോണിൽ കേൾക്കില്ല. സാധാരണ നമ്മളെല്ലാവരും പാടുമ്പോൾ ഹെഡ്ഫോണിൽ വോയിസ് അറിയാമല്ലോ. അപ്പം അത് അത്ഭുതമായി, ഇതെങ്ങനെ കേൾക്കാണ്ട് പാടുന്നതായി. പക്ഷെ പാടിക്കഴിഞ്ഞ് അത് കേൾക്കുമ്പോഴേ സാറ് വളരെ ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല ഒരു പാട്ട്. അത് 5 മിനിറ്റിൻ്റെ പാട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് പാടി കഴിയും, എല്ലാം അതെല്ലാം കഴിയും. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ മറ്റേ നമ്മുടെ ഓപ്പറ ഹൗസ് അങ്ങനെ അത് അവിടെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ അവിടെ പെർഫോം ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ നിന്നൊക്കെ വളരെ റെയർ ആയിട്ട് ചെയ്തിട്ടുള്ളൂ.
അങ്ങനെ എനിക്കൊരു ചേച്ചിയുടെ അതിന് മുമ്പ് ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാം ചേച്ചിയുടെ കൂടെ തമിഴ് പ്രോഗ്രാം പാടിയതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് എന്നെ വിളിക്കുന്നത് ആ പ്രോഗ്രാമിൽ. അപ്പോൾ നോക്കുമ്പോൾ അതിൽ SPB സാറ്, വസുന്ധരാദാസ് മാഡം, അതേപോലെ സാധന സർഗം, അങ്ങനെ ഇവരുടെ കൂടെ ഒരു മെയിൽ സിംഗറായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ പിന്നെ ചെന്നൈയിൽ നിന്ന് ഒരു ലേഡി സിംഗറും ഉണ്ടായിരുന്നു, സുർമുഖി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ SPB സാറും ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് ഓപ്പറയിൽ പാടുന്നത്. അതിൻ്റെ കൂടെ എനിക്കും പാടാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് മുതൽ SPB സാറിന് നല്ല പരിചയമാണ്. അങ്ങനെ ഒരുപാട് വേദികളിൽ പാട്ട് സംസാരിക്കും സാറ്. അപ്പം ഇങ്ങനെ ഈ ശങ്കര എന്നുള്ള പാട്ട് സാറ് തെലുങ്ക് നന്നായിട്ട് അറിയാമല്ലോ, സാറ് അവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ സാറ് അതെനിക്ക് ഞാൻ സാറോട് ചോദിച്ചത് എങ്ങനെയാണ് സാർ അതിൻ്റെ ലിറിക്സ് എനിക്ക് സാറ് ഇരുന്ന് എങ്ങനെ എഴുതിയൊക്കെ. ഇപ്പോൾ എൻ്റെ ആ ബുക്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ പാടാറുണ്ട്. അപ്പോൾ ആ ശങ്കര എന്നുള്ള പാട്ട് എപ്പോൾ പാടാൻ എടുത്താലും എനിക്കതൊരു ഓർമ്മ വരും. അപ്പോൾ SPB സാറിൻ്റെ കുറേ പാട്ടുകൾ ഇപ്പം പാൽനിലാവിലെ പവനിതൾ പൂക്കളെ താലോലമായി പാടാമിനി ആരാരിരോ. പാൽനിലാവിലെ പവനിതൾ പൂക്കളെ. ഈ പാട്ട് കുറേ പാട്ട്, എത്രയോ പാട്ടുകളുണ്ട് അറിയാം. അഞ്ജലി സാറിൻ്റെ എനിക്ക് ഇഷ്ടമാണ്. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി പൂവേ ഉൻ പാദത്തിൽ പുഷ്പാഞ്ജലി പൊന്നെ ഉൻ പെയருக்கு പൊന്നാഞ്ജലി കണ്ണേ ഉൻ കുരലുക്ക് ഗീതാഞ്ജലി കൺ കാണ അഴകുക്ക് കവിതാഞ്ജലി. പാട്ട് പിന്നെ എൻ കാതലേ என்ன செய்ய போகிறாய் நான் ஓவியன் என்று தெரிந்தும் நீ ஏன் கண்ணை ரெண்டை கேட்கிறாய். ഈ പാട്ട് ഇളയ നീല അതെപ്പോഴും ഫേവറേറ്റ് ആണ്. இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா പൊഴിகிறதേ. ഈ SPB സാറിൻ്റെ ഇത് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ പാട്ടുകാരിങ്ങനെ ചർച്ച ചെയ്യുന്നൊരു കാര്യം, ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് ഏറ്റവും നല്ല സൗണ്ട് പ്രൊഡക്ഷൻ, അതായത് വോയിസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന, അതായത് സാറിന് ഒരു എത്ര തരം പാട്ടുകൾ ഏത് തരം പാട്ടുകൾ പാടിയാലും വോയിസിന് സ്ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ലൈവ് പാടി കഴിഞ്ഞാൽ ലൈവിലൊരു 10, 20, 22 പാട്ടുകൾ സാറ് നിന്ന് പാടും, പക്ഷെ സാറിന് സ്ട്രെയിൻ ഒന്നുമില്ല. അപ്പം എന്ന് പാടുകയും ചെയ്യും, അതേ സമയത്ത് എന്ന് പാടുകയും ചെയ്യും. അപ്പൊ എല്ലാത്തരം അപ്പൊ മറ്റേ പാട്ടൊക്കെ ഇല്ലേ, ഇപ്പം ഇളമൈതോ അതില് ഇടയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ശബ്ദം അങ്ങനെ മാറ്റി അതൊന്നും പാടിക്കഴിഞ്ഞാൽ സാറിന് ശബ്ദത്തിനൊന്നും ഒരു പ്രശ്നം. അപ്പൊ സാറിന്റെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഇങ്ങനെ ചിന്തിക്കും സാറിന്റെ വോയിസ്, അതായത് റേഞ്ചും പ്രശ്നമില്ല, റേഞ്ചൊക്കെ ഇങ്ങനെ. അപ്പൊ സാറ് താഴെയും മേലെ എല്ലാം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വോയിസ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ചാനലുകളിൽ വന്നിട്ടുള്ള ആദ്യ ഒരു സംഗീത മത്സര പരിപാടിയായിരുന്നു അത്. ദാസേട്ടന്റെ പേരില് അതിന്റെ വിന്നറും കൂടി ആയിരുന്നല്ലോ. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഗന്ധർവ സംഗീതം വിൻ ചെയ്ത സമയത്ത് അതിന്റെ ഗന്ധർവ സന്ധ്യ എന്ന് പറഞ്ഞൊരു അവാർഡ് സെറിമണി, വലിയ ഫംഗ്ഷൻ, അതില് ദാസാർ എല്ലാവർക്കും അവാർഡ് കൊടുത്തിരുന്നു. അപ്പൊ അതില് ഈ അപ്കമിങ് സിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത ഞങ്ങൾക്ക് 2 ആൾക്കും. അതേപോലെ മെയിൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് 2 ലെജൻഡറി സിംഗേഴ്സിനും അന്ന് അവാർഡ് കൊടുക്കും. അന്ന് ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അത് SPB സാറും ജാനകി അമ്മയായിരുന്നു. അപ്പൊ ഒരേ വേദിയിൽ ഞങ്ങളെ എല്ലാവരും ഒരു നിരന്നിരിക്കും ദാസാർ ഞങ്ങൾക്ക്
അവിടുന്ന് തന്നെ ഒരേ വേദിയിൽ നിന്ന് അവാർഡ് തരുകയും ചെയ്യും. അപ്പൊ അതൊരു വലിയ അംഗീകാരമായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ ജോലിയിൽ നിന്ന് മാറണം, അല്ലെ എന്തിനാണ് ഞാൻ ഈ പാട്ടിലേക്ക് തിരിഞ്ഞത് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം ചിലപ്പോൾ എനിക്ക് അവിടെ നിന്നായിരിക്കും കിട്ടിയത്. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇവിടെ എവിടെയോ ഇരിക്കുന്ന ഒരാൾ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇവരുടെയൊക്കെ കൂടെ. നമ്മളൊക്കെ ദൂരെ നിന്ന് കാണാൻ പോലും പറ്റാത്ത അത്രയും ദൂരത്ത് നിൽക്കുന്ന ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് അല്ലെങ്കിൽ സംഗീതകാരന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇരിക്കാൻ, കാണാൻ, കുറച്ച് സമയം അവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുക, അത് കളഞ്ഞിട്ട് ഞാൻ എന്തിനാണ് പോകുന്നത് വിചാരിച്ചു. ഗന്ധർവ സംഗീതത്തിലെ അന്ന് പാടിയപ്പം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ പാട്ട് ഓർമ്മയുണ്ടോ? അത് റഫി സാബിന്റെ പാട്ടായിരുന്നു. ഓ ദുനിയാ കെ റഖ്വാലെ. ഓ ദുനിയാ കെ റഖ്വാലെ സുൻ ദർദ് ഭരെ മേരെ നാലെ സുൻ ദർദ് ഭരെ മേരെ നാലെ. ഈ പാട്ടിന്റെ അവസാനം റഖ്വാലെ പാടി മേലോട്ട് പോവല്ലോ. ഇത് കേട്ടിട്ടാണ് രാജസേനൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക്, ഇത് കേട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഗന്ധർവ സന്ധ്യയിൽ ഈ പാട്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ സിനിമയുണ്ട്, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. അതിലെല്ലാം പുതുമുഖങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ആദ്യമായിട്ട് റിലീസ് ചെയ്ത പടം അതാണ്. ഫസ്റ്റ് റിലീസ് ചെയ്ത, നന്ദനത്തിലാണ് അഭിനയിച്ചെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഈ പടം. അന്ന് 2 പാട്ട് പാടിയിരുന്നു, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ പാട്ട് റഫി സാബ് ആണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് എൻ്റെ ലൈഫ് മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് കൂടിയാണ്, കുറച്ചുകൂടെ പാടാവോ? आश निराश के 2 रंगों से दुनिया तूने सजाई, नया संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाई, ओ लुट गई मेरे प्यार की नगरी, अब तो नीर बहाले, अब तो नीर बहाले, ओ अब तो ഇപ്പൊ ദാസേട്ടന്റെ പാട്ടുകൾ ഒരുപാട് വേദികളിൽ പാടുന്നുണ്ടാവല്ലോ. അപ്പം ദാസേട്ടന്റെ പാട്ടുകളൊക്കെ പാടുമ്പം അതിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാറുണ്ടോ? അതായത് ആ ദാസേട്ടൻ പാടുന്നതിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് അദ്ദേഹം പാടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൂടുതലും നമുക്കത് മനസ്സിലാവാൻ തുടങ്ങിയത്. മറ്റേത് നമ്മൾ കേൾക്കുന്നതല്ലേ, അപ്പൊ അത് അല്ലാതെ കൂടുതൽ അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അറിഞ്ഞ് പാടുക എന്നല്ല, അറിഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. സാറ് ശരിക്കും ആ പാട്ടിൽ ജീവിക്കുന്ന പോലെയാണ് ശരിക്കും. എന്നുവെച്ചാൽ ഒരു സങ്കടമുള്ള പാട്ട് പാടുകയാണെങ്കിൽ ആ സാറ് മുഖത്ത് അങ്ങനെ സങ്കടം ഉണ്ടാവും. ആ പാടുന്നത് അങ്ങനെയാണ് ശരിക്കും. വളരെ സങ്കടപ്പെട്ട് പാടുന്നത് തന്നെ ഫീൽ ചെയ്യും, നമുക്ക് തോന്നും. അതേപോലെ വളരെ പ്ലേഫുൾ ആയിട്ട് പാടുന്ന പാട്ട്, റംസാൻ നീലാവൊത്ത പെണ്ണല്ലേ എന്ന് പാടുമ്പോൾ അത് ഞാൻ പാടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര പ്ലേഫുൾ ആയിട്ടാ പാടുന്നത്. രംഗീല ചിരിച്ചോണ്ട് ഇങ്ങനെയാ പാടുന്നത്, രംഗീല പെണ്ണല്ലേ അങ്ങനെ ചിരിച്ചോണ്ടാ പാടുന്നത്. അപ്പൊ ദാസാർ അതിൽ കൊടുക്കുന്നത് ആ എക്സ്പ്രഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് പാടുന്നത്. ഇപ്പൊ നേരെ തിരിച്ച് ജാനകിയമ്മ എടുക്കുകയാണെങ്കിൽ ജാനമ്മയുടെ മുഖത്തൊരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഇങ്ങനെ ബുക്ക് പിടിക്കുന്നു, ജാനമ്മ മുഖത്ത് നോക്കിയാൽ ജാനമ്മയാണ് ഇത് പാടുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ പാട്ടിലെല്ലാം ഉണ്ടാവും. അതൊരു ഭയങ്കര മാജിക്കാണ്. അപ്പോൾ ദാസാറിൻ്റെ ഒരു പാട്ടുകൾ പഠിക്കാനുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം കർണാട്ടിക്കിൽ വെൽ ട്രെയിൻഡ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ ആ രാഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് പഠിക്കാനും ആ രാഗത്തിലൂടെ നമുക്കൊന്ന് ആ രാഗം കേട്ടാൽ അല്ലെങ്കിൽ രാഗത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കേട്ടാലും
നമുക്ക് കൂടുതൽ കുറച്ചുകൂടി നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും പാട്ടുകൾ. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആ പാട്ടുകളിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന അക്ഷരങ്ങളുടെ സ്ഫുടത, അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ വരുമ്പോൾ അപ്പോൾ പലരും നമ്മളോട് പറയും, ഇൻസിസ്റ്റ് ചെയ്യും, കണ്ടോ ദാസാറ് എത്ര സ്ഫുടമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. പക്ഷെ നമ്മൾ അതുപോലെ പാടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതേപോലെ സ്ഫുടമാക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അദ്ദേഹം പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ഓ സൈനബ എന്നുള്ള പാട്ട്, അതിങ്ങനെ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. ഓ സൈനബ എന്നുള്ള പാട്ടിനെ ഞാനത് ട്രാക്ക് പാടി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഈ വെറുതെ ഇഷ്ടം കൊണ്ട് നമ്മൾ ദാസാറാണ് പാടുന്നത് നമുക്കറിയാം, അതുപോലെ ചില അതിൻ്റെ നമ്മൾ വെറുതെ അതിൻ്റെ കൂടെ ഒന്ന് പാടി വെക്കുക. അന്ന് എം ജയന്തൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെ പാടി ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ അത് ദാസാർ പാടുന്നതിന് മുമ്പ് കേട്ടോ, പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത് കേട്ടപ്പോൾ എന്തൊരു ബോറാ ഞാൻ പാടിയെന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് മനസ്സിലായി. കാരണം അതിൽ അദ്ദേഹം ഓ സൈനബ എന്ന് പറയുന്നത് തന്നെ എന്തൊരു ബ്യൂട്ടിഫുൾ അറിയാം. നമ്മളത് ഓ സൈനബ, നമ്മളും പറയുന്ന ഓ സൈനബ തന്നെയാണ്. അപ്പോൾ പക്ഷെ അത് നല്ല എന്താ പറയുക, നമുക്കത് എനിക്ക് തന്നെ ഞാൻ പാടിയത് അരോചകമായി കേൾക്കാൻ തുടങ്ങി. ദാസാറിന്റെ വോയിസ് വന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് എൻ്റെ പാട്ട് അരോചകമായി തോന്നി. അങ്ങനെ ദാസാറ് ഒരിക്കലും ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ ചില വാക്കുകളുടെ എൻഡിൽ, അക്ഷരങ്ങളുടെ എൻഡിൽ അദ്ദേഹം ചിലത് ചേർക്കും. ഓ സൈനബ, ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാ എന്ന് പറഞ്ഞാൽ അത് നല്ല ബോറാ, ബാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേ. അപ്പൊ അത് സാറ് പറയുന്നത് അതിന്റെ ബാ കഴിഞ്ഞിട്ട് ഒരു ഇങ്ങും കൂടെ ചേർക്കുന്നു. ഓ, അത് പക്ഷെ കേക്കില്ല. ഓ സൈനബ ബാ ഇങ്ങന്നുണ്ട്. സാറത് പാടി ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ അതാണ് അത്. അപ്പം അത് അവിടെ ഇരുന്ന് ഏറ്റവും ബോറായിട്ടുള്ള ഒരു പോർഷൻ ഞാൻ പാടി വെച്ചതിൽ ഓ സൈനബ ബാ അങ്ങനെ നിൽക്കും. അപ്പൊ സാറ് പറഞ്ഞ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടി. അത് അക്ഷരങ്ങളുടെ പ്രയോഗിക്കുമ്പോൾ അക്ഷരങ്ങളുടെ ഭംഗി ഇങ്ങനെ വളരെ വലുതായി വരും. അതിപ്പോ എല്ലാത്തിനും നമുക്ക് പഠിക്കണം, അദ്ദേഹത്തിന്റെ അടുത്തല്ല പോയിരിക്കേണ്ടി വരും, അതിന് സമയം അദ്ദേഹത്തിനില്ലല്ലോ. പിന്നെ കൊടുക്കുന്ന എക്സ്പ്രഷൻസ്, ഇപ്പം ചില വാക്കുകൾക്ക് അനുസരിച്ച് അദ്ദേഹം ചില ഇത് കൊടുക്കും. മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ടില് അലകടൽ തിരവർഷമതം കൊണ്ടു വളർന്നു അടിത്തട്ടിൽ അദ്ദേഹം, അത് ഹെഡ്ഫോൺ വെച്ച് കേട്ടാലേ നമുക്ക് മനസ്സിലാവും. വെറും സാധാരണ എല്ലാവരും അടിത്തട്ടിൽ അങ്ങനെ പാടുള്ളൂ, പക്ഷെ അടിത്തട്ടിൽ എന്നൊരു സാധനം അദ്ദേഹം അതിലിട്ടിട്ടുണ്ട്. അത് ശരിക്കും ഹെഡ്ഫോൺ നോക്കിയപ്പോൾ ശരിക്കും അടിത്തട്ടിൽ എത്തിയ പോലെ തോന്നാം. അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഏറ്റവും കൂടുതൽ ദാസേട്ടന്റെ ഏത് പാട്ടുകളാ പാടിയിട്ട്? ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പുഷ്പം മാത്രമാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ബാബുക്കയുടെ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം എന്നൊക്കെ പറയുമ്പോ വരികളും സംഗീതവും ശബ്ദവും ഒക്കെ ചേർന്ന അതേപോലെ ഉള്ള ഒരു പാട്ടാണ് നിറങ്ങളെ. നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ആ പാട്ടൊക്കെ, അത് ദാസാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ആ പാട്ടെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് രവീന്ദ്ര മാഷിന്റെ ഒരു മ്യൂസിക്, ഒരു മാജിക് ഉണ്ട് അതില്. പക്ഷെ അത് അങ്ങനെ പാടി അതിനെ പാട്ടായി വന്നതേ. ചിറക് എന്ന നാടകത്തിലെ ഗാനങ്ങൾ പാടിയതിനാണല്ലോ അല്ലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായകനുള്ള അവാർഡ് തേടിയെത്തുന്നത്. കേട്ടിട്ടുണ്ട് ബാബുക്കാനെ ബേസ് ചെയ്തിട്ട്
ചെയ്തൊരു നാടകമാണ് എന്നുള്ളത്. അതെ അതെ, ബാബുക്കയുടെ ജീവചരിത്രമാണ് ആ നാടകം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ആ നാടകമാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഹിറ്റ് പാട്ടുകൾ അതിൽ പല്ലവികളും അതൊക്കെ ഇന്നലെ അതൊക്കെ, അതേപോലെ അത് പാട്ടൊക്കെ ഇങ്ങനെ എല്ലാം അങ്ങനെ കുറച്ചൊരു 2-3 വരി 3 വരിയൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്. കൂടാതെ ഒറിജിനൽ സോങ്ങും അതിൽ പാടിയിട്ടുണ്ട്. ബാബുക്കയെ അത്രയും നെഞ്ചിൽ കൊണ്ടുനടക്കുന്ന ആളുകളാണല്ലോ ഈ കോഴിക്കോട് എന്ന് പറയാം. ഞാൻ ജനിച്ചു വളർന്നതേ കോഴിക്കോട് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതും ബാബുക്കയുടെ പാട്ടുകളാണ്. അപ്പോൾ ബാബുക്കയെ എങ്ങനെ ആരാധിച്ച് കൊണ്ടു നടക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഒരു പാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, അതിന് അവാർഡും കിട്ടി. അപ്പോൾ അതൊരു വലിയ നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ശ്രദ്ധിക്കപ്പെടുക. പക്ഷേ ഈ നാടകം ഇതുവരെ ഞാൻ ആ നാടകം കണ്ടിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും പല ഇടങ്ങളിൽ നിന്ന് ആ നാടകം കളിക്കുന്നിടത്തുനിന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറയും, നീയാണോ പാടിയത്, നിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നില്ല, കാരണം വിളിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാം ഞാൻ പാടിയത്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് വയ്ക്കുക അവർ. അപ്പോൾ പലയിടങ്ങളിൽ ഇങ്ങനെ. അപ്പോൾ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് ഈ നാടകം ഉള്ളപ്പോൾ വിളിച്ച് പറയും. പക്ഷെ അത് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട്. കലാകാരന്മാർ പല രീതിയിലുള്ള വിവേചനം നേരിടുന്നുണ്ടല്ലോ. അതിപ്പം പാട്ടിലും നേരിടുന്നുണ്ട്. അത്തരം വിവേചനങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? വിവേചനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇതൊന്നും ഒരു ഫാക്ടറല്ല. കഴിവുണ്ടെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു നമ്മൾ അതിനു വേണ്ടി അർപ്പിക്കുന്നൊരു സമയവും അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക്, ഇതൊക്കെ കൊണ്ട് ഈ ലെജൻഡായിട്ടുള്ള ആളുകളെല്ലാം വന്നിരിക്കുന്ന അങ്ങനെയല്ലേ. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പാടിയ പാട്ടുകൾ വേറെ ആൾക്കാർ പാടിയിട്ടുണ്ടാവാം, അറിയില്ല, എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അതിനെപ്പറ്റി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പാടിയ പാട്ടുകൾ അവിടെ വിട്ടും അത് വരുമോ വരാതിരിക്കുകയോ ചെയ്യാം. അത് നമ്മളുടെ ജോലിയല്ല. നമ്മൾ വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളും എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ തന്നെ വിചാരിക്കും, ഇപ്പോൾ ഇത്രയും കോഴിക്കോട് കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരികയും ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. അത് എന്നിലൂടെ ആരൊക്കെയോ ചെയ്യിക്കുന്ന പോലെയും ഞാൻ അതിന് തയ്യാറായി ഞാൻ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് സത്യം. നിങ്ങൾ വർക്ക് ചെയ്യുക, ഏത് ഫീൽഡാണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, റിസൾട്ട് എന്തായാലും കിട്ടും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ ലൈവ് ഓർക്കസ്ട്ര എന്ന് പറയുമ്പം തന്നെ ഇടക്കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, സിംഗേഴ്സ് റെക്കോർഡ് വെച്ചിട്ട് പിന്നെ പാട്ട് അഭിനയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ. ഇടയിൽ അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകരെ വഞ്ചിക്കുന്ന ഒരു തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്കത് വേണ്ടി വരും. ഇപ്പോൾ ഷൂട്ട് പോലുള്ള ഇപ്പം അവിടെ ചിലപ്പോൾ ഓഡിയൻസ് ഉണ്ടാവും. പക്ഷെ ആ ഷൂട്ടിന് എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി വൈസ് ഇപ്പം ലൈവിൽ നമ്മളിപ്പോൾ കുറച്ചുകൂടി ബെറ്ററാക്കി ചെയ്യാൻ പറ്റും. ക്വാളിറ്റി വൈസ് ഇപ്പോൾ ലൈവിൽ നമ്മൾ പാടുന്ന ആ മൈക്കിൽ ഇപ്പോൾ, കാരണം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്ന പലതും അതിൻ്റെ ക്വാളിറ്റി ബോധേഡാണ് അത് കേൾക്കുന്ന പല ആളുകളും. അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, ഇതെല്ലാം കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകൾ ബോധേഡാണ്. അത് ഇത്തിരി ഒന്ന് വ്യത്യാസം വന്നാൽ, ക്വാളിറ്റി കുറവെന്നാൽ അപ്പം തട്ടും, ഇങ്ങനെ അപ്പം പോവും മേലോട്ട്, അല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 2014 പാടിയൊരു പാട്ടുണ്ട്, തുമ്പപ്പൂ പോലെ ചിരിച്ചു എന്നുള്ള പാട്ട്. ആ പാട്ട് അന്ന് റെക്കോർഡ് ചെയ്തത് പലരും കേട്ടിട്ട് അതന്ന് ഹിറ്റായിരുന്നു. ആ പാട്ട് ഇങ്ങനെ പലരും എടുത്ത് അത് വീഡിയോ ഒക്കെ ചെയ്തു. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, നീ അത് രണ്ടാമതൊന്ന് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി കുറച്ച് വ്യത്യാസം, ഇപ്പോഴത്തെ ക്വാളിറ്റി അല്ലല്ലോ. ഇപ്പം ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി, ഇപ്പോഴത്തെ ടെക്നോളജിയിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും, വോയിസിനൊക്കെ വ്യത്യാസം. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. ഞാൻ രണ്ടാമത് ചെയ്തേനും ഇതേപോലെ തന്നെ മില്യൺസ് ഓഫ് വ്യൂ കിട്ടിയതിന്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് ബോധേഡാണ് ആൾക്കാർ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ
നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യേണ്ടി അല്ലെ പ്രൊഡക്ഷൻ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ ലൈവായിട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ലൈവിന് ചില പ്രശ്നങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലൈവിലിപ്പം പാടുമ്പോൾ ചിലപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി തന്നെ വ്യത്യാസം ഉണ്ടാവും. ലൈവ് പാടുന്ന മൈക്കിൻ്റെ ക്വാളിറ്റിയേ അല്ല റെക്കോർഡിങ്ങിൽ പാടുമ്പോൾ ഉണ്ടാകുന്ന. ആ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന സാധനമാണ് നമ്മളിതിൽ കേൾക്കുന്നത്. ചിലത് നന്നായി വന്നേക്കാം, ചിലത് വളരെ മോശമായി പോയിട്ടുണ്ടാവും. പാടിയതല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചിലപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ പാടും, അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നുകൂടി റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അതൊരു ലിമിറ്റഡ് ഓഡിയൻസ് ആണ്. അതായത് അത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അങ്ങനെയുള്ളിടത്ത് മാത്രം, അങ്ങനെയുള്ളിടത്തേ ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല. എനിക്കത് എന്നുവെച്ചാൽ നമുക്ക് ലൈവ് പാടി കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അതൊരു ഫീഡ്ബാക്കാണ്. അതിൻ്റെ ഒരു സുഖം ഭയങ്കര വലുതാണ്. അപ്പോൾ അതിൽ ഞാൻ പണ്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല, ലൈവാണ്. ആ ലൈവിൽ തെറ്റ് വന്നോട്ടെ, കുഴപ്പമില്ല. അത് ഓഡിയൻസിനും അറിയാം, നമുക്കും അറിയാം. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും തെറ്റ് വരും. നമ്മുടെ ശാരീരിക അവസ്ഥ, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നടന്നാൽ പോലും നമ്മുടെ പാട്ടിനെ അത് ബാധിക്കുമല്ലോ. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ചില കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ബഹളം വെച്ചാൽ തന്നെയും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ ആളുകൾക്ക് അറിയാം, കേൾക്കുന്ന ആളുകൾക്ക്. എന്നാലും കുഴപ്പമില്ല, പാടാം. അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. തുമ്പപ്പൂ പോലെ ചിരിക്കണം, ആ പാട്ട് പറയാതെ പോവാനേ പറ്റില്ല. ഉറപ്പായിട്ടും ഓണം അല്ലെ, ഒരു ഓണത്തിനോടനുബന്ധിച്ചോ മറ്റായിരുന്നു പിന്നെ ഒരു ആൽബം, ഒരു 8-10 പാട്ടുകളുടെ ഒരു ആൽബമായിരുന്നു. സുജേഷ് ഹരി എന്ന് പറഞ്ഞ റിസിസ്റ്റ് പുള്ളിയുടെ എഴുതിയ. അത് വിശ്വജിത്ത് അല്ലേ, വിശ്വജിത്താണ് മ്യൂസിക്. അപ്പൊ അതില് ഒത്തിരി പാട്ടുകൾ, 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ ഒരു പാട്ടാണിത്. അന്ന് ഹിറ്റ് ആയിരുന്നു, ഇന്നും അത് ആളുകൾക്ക് എത്രയോ ഇഷ്ടമാണ് ആ പാട്ട്. അത് എൻ്റെ വരികൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. അതോട് ഇഴുകിച്ചേർന്ന ട്യൂണും കൂടി വിശ്വജിത്തിന്റെ കൂടി ശബ്ദം ഓഫ് കോഴ്സ് ഉണ്ടാവും, ഉറപ്പായിട്ടും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. നമുക്ക് ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള സംഗീത സംവിധായകരുണ്ട്, പക്ഷെ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, SP വെങ്കിടേഷ്, അതേപോലെ മുന്നേ നോക്കിയ ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, അങ്ങനെ ഒരുപാട് പേര്. അവർക്കൊക്കെ ഒരു ട്രിബ്യൂട്ടായിട്ട് ഈ 2 വരികൾ. രാഘവൻ മാഷൊരു പാട്ട്. അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബി കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നോ, സുഖമായി വാഴുന്നോ. ദേവരാജ മാസ്റ്റർ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, ഞാൻ വിട്ടുപോയി പറയാൻ, കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ഈ പാട്ട് ബാബുക്കയുടെ എത്രയോ പാട്ടുകളുണ്ട്. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ
ചിലമ്പൊലി കേട്ടുണർന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ എടുക്കുകയാണെങ്കിൽ പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. പിന്നെ അർജുന മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. ഈ പാട്ട് MBSന്റെ പാട്ടുകളിൽ ശരദിന്ദു മലർദീപനാളം നീട്ടി, സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. രവീന്ദ്ര മാഷ് പാട്ടുകളിൽ നിറങ്ങളെ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമായ ലഹരിത്തൻ ലയഭരവാസന്ത നിറങ്ങളെ പാടൂ. ജോൺസൺ മാഷ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാതിര പുള്ളുണർന്നു, പരൽ മുല്ലക്കാടുണർന്നു, പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു, താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. ഈ പാട്ട് SP വെങ്കടേഷിന്റെ കനകനിലാവേ തുയിലുണരൂ, തരള വസന്തം വരവായി, മലയോലപ്പൂഞ്ചോലയിൽ തളിരാമ്പൽ കുളം തോർന്നുലഞ്ഞു പോയി, നിന്മൺ വീണയിൽ ലലലാലാ. പിന്നെ അതേപോലെ കണ്ണൂർ രാജമാഷ് ഞാൻ നേരത്തെ പാടിയൊരു പാട്ട്, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ശരത് പൂർണിമായാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ. തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. MS വിശ്വനാഥൻ സാറിൻ്റെ രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ, ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. പാട്ട് പിന്നെ രഘുകുമാറിന്റെ പാട്ടില് പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി, പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ. ഇപ്പൊ ഈ ഒരു കാലത്ത് ഗായകർക്ക് അവരെ
അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാ ഗാനം തന്നെ വേണമെന്നില്ല. കാരണം ആ രീതിയിലൊരു വലിയ മാറ്റം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും പിന്നെ അതന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒക്കെ അത് തരുന്നത് കൊണ്ടുള്ളൊരു ഗുണം കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? അല്ല, അതിലൊരു തിരുത്ത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പഴയ കാലത്തും നമ്മളിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടുകളിലെ ഗായകർ, അവരെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ഗായകരും അവരൊന്നും സിനിമാ പാട്ട് പാടിയിട്ടില്ല. അന്നേ അവര് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത്രയും ശക്തമാണെന്നുള്ളത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അതെ, അവര് വരുന്നതിന് മുമ്പേ അവര് അടയാളപ്പെടുത്തി വെച്ചു അല്ലേ. പണ്ട് ശരിക്കും തരംഗിണിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ അതിലും കുറെ പാട്ടുകളൊന്നും ആളുകൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. കുറെ പാട്ടുകൾ ഇപ്പം ദാസാറിനൊരു വലിയ ഒരു എന്താ പറയുക, ഒരു നമസ്കാരം കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും തിരക്കുകൾ അന്ന് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് തരംഗിണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൽബങ്ങൾ ചെയ്യാനുള്ള സമയവും കണ്ടെത്തി എന്നുള്ളതാണ്. സമയം മാത്രമല്ല, ഇൻവെസ്റ്റും ചെയ്തു അതിൽ. അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ മുഴുവൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിലെ കുറേ ആൽബംസ്, 1 or 2 അല്ല, എല്ലാ സീസണിലും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. എല്ലാ തരം പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതിനും മുമ്പേ ഉണ്ടായിരുന്നു ആകാശവാണിയിൽ ലളിതഗാന ശാഖ. അതിൽ എത്രയോ നല്ല പാട്ടുകൾ. ഇപ്പം കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളേ, ആ പാട്ടൊക്കെ ആ സമയത്തുണ്ട്. ആ ആൽബത്തിൽ കുറേ എല്ലാം നല്ല പാട്ടുകൾ കുറേ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഞാനടക്കമുള്ള ഗായകരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. കേൾക്കുന്നൊരു ബലം കിട്ടുന്നത് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണാതിരിക്കുമ്പോൾ ഒരു മാനസികമായ വിഷമം ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പുതിയൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു വ്ളോഗർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പാട്ടല്ലാതെ വേറെ ഇപ്പം കുക്കറി ഷോ അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടൽ തേടി പോകുന്ന ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് സംബന്ധിച്ചൊരു ക്യാമറയും അദ്ദേഹത്തിൻ്റെ ശബ്ദവും മാത്രം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്തെടുക്കാം. ഒരു പാട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അത്രയും എഫേർട്ട് എടുത്ത് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതാരും കേൾക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അത് ചിലപ്പോൾ ആ തിരക്കിനുള്ള അത്രയും ട്രാഫിക്കിനിടയിൽ അത് പിന്തള്ളപ്പെട്ടു പോകും, കേൾക്കാതേ ആയിപ്പോവും. നല്ല പാട്ടുകളായിരിക്കാം കേട്ടോ, ലോക നിലവാരമുള്ള പാട്ടുകൾ വരെ അങ്ങനെ പിന്തള്ളപ്പെട്ടു പോയതുണ്ടാവാം. ഞാനടക്കമുള്ള ആൾക്കാർ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഈ പറയുന്ന വലിയ നോർത്ത് ഇന്ത്യൻ കമ്പനികൾ, സരിഗമ പോലുള്ള കമ്പനികൾ, അതേപോലെ മറ്റേ സി മ്യൂസിക്, അങ്ങനെ കുറേ അങ്ങനത്തെ, അവരൊക്കെ മലയാളത്തിൽ ഇൻഡിപെൻഡൻറ്റ് സോങ്ങുകൾ ചെയ്തു തുടങ്ങി. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് വന്നു ഓൾറെഡി വന്നു. അത് നല്ല രസകരമായ റോണി റാഫേൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. രാജീവ് ആലിംഗിൽ എഴുതിയൊരു പാട്ട്. അതും നന്നായിട്ട് പോയിട്ടുണ്ട് ആ പാട്ട്. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഒരു ശക്തമായ ഒരു വരവ് കേരളത്തിൽ മലയാളത്തിന് വരാൻ പോവുകയാണ്, സൗത്തിൽ വരാൻ പോവുകയാണ്. എന്തായാലും എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ? പുതിയ പ്രൊജക്റ്റ് ജയരാജേട്ടൻ്റെ ഒരു സിനിമ, മറ്റേ പെരുങ്കളിയാട്ടം, അതിൽ ബിജി ബാലേട്ടൻ്റെ കൈതപ്രസാർ എഴുതിയ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാട്ടാണ്.